ഹലോ ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ക്ലാസ് എടുക്കുന്ന എല്ലാ അധ്യാപകരെയും ഒരു മെയിനായിട്ടുള്ള പ്രശ്നമാണ് നമുക്ക് ഈ എഡിറ്റിങ്ങിനും ബാക്കിയുള്ള ഭാഗങ്ങൾക്കൊക്കെ ഒരുപാട് സമയങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുമാണല്ലേ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നോർമലി നമ്മൾ ഒരു വൈറ്റ് ബോർഡിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു ബ്ലാക്ക് ബോർഡുമായിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്ത് തരാൻ ഉദ്ദേശിച്ചാണ്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രൊഫഷനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോലും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ആകുമ്പോൾ ക്ലാസ്സുകൾ നമുക്ക് ഒരുപാട് എടുത്തിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. സോ ഈ രീതിയിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ മതിയെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് കമൻ്റായിട്ട് പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ 10th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാനുള്ള കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏരിയയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, കേരളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന യൂറോപ്യന്മാരുടെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ അറൈവൽ ഓഫ് യൂറോപ്യൻസ്. ഓക്കെ, സോ ഞാൻ എഴുതുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് യൂറോപ്യന്മാരുടെ ആഗമനത്തെക്കുറിച്ചുള്ള ഭാഗങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് പറയാൻ പോകുന്നത്. യൂറോപ്യന്മാരുടെ ആഗമനം. സോ എൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ആദ്യമേ നമ്മൾ ഓരോരോ പോയിന്റുകളായിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി കച്ചവട ആവശ്യത്തിന് എത്തിയിരിക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അത് പോർച്ചുഗീസുകാരാണ്. സോ പോർച്ചുഗീസുകാരാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആദ്യമായി കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, നോർമലി നമുക്കറിയാം പോർച്ചുഗീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു ഇവിടെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ നമുക്കറിയാം യൂറോപ്യന്മാരെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്കൊരു പുതിയൊരു കടൽ മാർഗം നോർമലി അവർക്ക് ഈ ഒരു വേൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, പോർച്ചുഗീസുകാർക്ക് ഇവിടെ നിന്ന് ഈ ഒരു രീതിയിൽ വന്നാൽ മതിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഇവിടെ ഒരു കടൽ പാസ് ഉണ്ട്. സോ ഈ ഒരു ഏരിയയിൽ കൂടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നോർമലി നമുക്ക് ഇങ്ങനെ വരാം. ഓക്കെ, സോ അവർക്ക് നോർമലി എന്ത് ചെയ്തും ഈ ഒരു പാസിലൂടെ അവർക്ക് വന്നാൽ മതിയായിരുന്നു. പക്ഷേ യൂറോപ്യന്മാർ എന്ത് ചെയ്തില്ല, അല്ലെങ്കിൽ ഈ പോർച്ചുഗീസുകാർക്ക് അവർക്ക് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് കുറച്ചൊരു മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും എല്ലാ ക്ലാസ്സുകളിലും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അവരിങ്ങനെ ചുറ്റി ഇതുപോലെ ചുറ്റിയിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. സോ അവർ അങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെ എന്ത് ചെയ്ത് അവർ നമ്മുടെ കോഴിക്കോട് കാപ്പാട് വന്നിട്ടുണ്ട്. സോ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ചുറ്റി. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പാസ് മുകളിലൂടെ നമുക്ക് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ പാസിലൂടെ വരേണ്ടതിന് ബദലായിട്ട് അവരെന്ത് ചെയ്തു, ഇതുപോലെ ചുറ്റിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ എല്ലാവരും എല്ലാ ക്ലാസ്സിലും കേൾക്കുന്നതാണ് അല്ലെ, അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചുറ്റി വന്നിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഈ ഒരു സർക്കിൾ ഏരിയ എന്ന് പറയുന്നത്, ഓക്കെ, ഇത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അല്ലെ. ഓക്കെ, ഇന്നത്തെ തുർക്കി. അപ്പൊ ഈ ഓട്ടോമാൻ എന്ത് ചെയ്തു, കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ഓട്ടോമാൻ എംപയർ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചോളാം. ഓട്ടോമാൻ എംപയർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഈ പ്രദേശം കീഴടക്കി. സോ അവിടെ എന്താ വെച്ചാൽ അപ്പൊ യൂറോപ്യന്മാർക്ക് എന്ത് ചെയ്തു, ഈ ഒരു പോയിന്റിൽ നിന്ന് അവർക്ക് ഇതിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഈ ഒരു റൂട്ട് എന്ത് ചെയ്തു, ഓട്ടോമാൻ എംപയറുകൾ എന്ത് ചെയ്തു, കീഴടക്കി. അവരെത്രയാണ്, 1453 എന്ത് ചെയ്തിട്ടുള്ളത്, കീഴടക്കിയിട്ടുള്ളത്. സോ ഓട്ടോമാൻ എംപയർ എന്ത് ചെയ്തു, 1453 കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. അടുത്ത പോയിന്റാണ് പഠിക്കുന്നത്. 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ മൂലം എന്ത് ചെയ്തു, പോർച്ചുഗീസുകാർക്ക് ഇവിടെ നിന്ന് ഷോർട്ടായിട്ട് കയറി പോകേണ്ടതോ ഇതുവഴിക്ക് ഇങ്ങനെ ഷോർട്ടായിട്ട് കയറി പോകേണ്ടതിന് ബദലായിട്ട് അവരെന്ത് ചെയ്തു, ഇതുപോലെയുള്ള ഒരു റൂട്ട് പിടിക്കേണ്ടി വന്നു. അവർക്ക് ഇതുപോലെയുള്ള ഒരു റൂട്ട് പിടിക്കേണ്ടി വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഉള്ള കാരണം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ യൂറോപ്യന്മാർക്ക് പുതിയൊരു കടൽ മാർഗം കണ്ടുപിടിക്കേണ്ട കാരണം എന്താണ്, ഓട്ടോമൻ എംപയർ 1453 എന്ത് ചെയ്തു, കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമുക്കറിയാം കടൽ മാർഗം ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് എത്തിയിരിക്കുന്ന വിദേശ ശക്തി ആരാണെന്ന് ചോദിച്ചാൽ, യൂറോപ്യന്മാർ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം, അത് നമ്മളുടെ പോർച്ചുഗീസുകാരാണ്. വിദേശ ശക്തികൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, അറബികൾ എന്നോർത്തിരിക്കുക. ഇനി കടൽ മാർഗം ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിയിരിക്കുന്ന യൂറോപ്യൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാ, ഒന്ന് പറഞ്ഞു നോക്കിയേ. വാസ്കോ ഡ ഗാമ അല്ലെ, വാസ്കോ ഡ ഗാമയാണ് എന്ത് കേട്ടത്, കടൽ മാർഗം
കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള ആദ്യത്തെ യൂറോപ്യൻ ശക്തി ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അത് വാസ്കോഡ ഗാമയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 3 പോയിന്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയിരിക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ പോർച്ചുഗീസുകാരാണ്. യൂറോപ്യൻ ഇന്ത്യയിലേക്ക് പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓട്ടോമൻ തുർക്കികൾ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് കൊണ്ടാണ് എന്തിട്ടുള്ളത് പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നിട്ടുള്ളത്. പിന്നീട് നമ്മൾ പറഞ്ഞു ഈ കടൽ മാർഗം ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് എത്തിയിരിക്കുന്ന യൂറോപ്യൻ ആരാണ്? വാസ്കോഡ ഗാമ. ഇനി നമ്മൾ നോക്കുമ്പോൾ വാസ്കോഡ ഗാമയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് വാസ്കോഡ ഗാമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളാം. എന്താണ് വാസ്കോഡ ഗാമയുമായിട്ട് പ്രത്യേകത ഉള്ളത്? ഓക്കെ, നമുക്ക് ഓരോന്നുമായിട്ട് പോയിന്റുകളായിട്ട് ഇതിന്റെ PDF നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പിൽ നൽകും. ഗ്രൂപ്പിൽ എല്ലാവരും എന്ത് ചെയ്യാം, ടെലഗ്രാം ഗ്രൂപ്പിന്റെ അത് ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് PDF നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. വാസ്കോഡ ഗാമ നമ്മൾ പറഞ്ഞല്ലോ, വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് യാത്ര തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ മാനുവൽ രാജാവാണ് എന്തിട്ടുള്ളത്? മാനുവൽ 1-ാം രാജാവാണ് എന്തിട്ടുള്ളത്? വാസ്കോഡ ഗാമയെ പോർച്ചുഗീസ് രാജാവായിട്ടുള്ള മാനുവൽ 1-ാം രാജാവാണ്, പോർച്ചുഗീസ് രാജാവായിട്ടുള്ള മാനുവൽ 1-ാം ഗാമാണ് ഇന്ത്യയിലേക്ക് അയച്ചിട്ടുള്ളത്. അങ്ങനെ എവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ലിസ്ബൺ. ഓക്കെ, ലിസ്ബണിൽ നിന്നാണ് എന്തായിട്ടുള്ളത് യാത്ര തുടങ്ങുന്നത്. അപ്പം പോർച്ചുഗീസുകാർ ലിസ്ബൺ എന്ന് പറയുമ്പോൾ ഈ മാപ്പിന്റെ അകത്ത് എവിടെയാണ് ലിസ്ബൺ എന്ന് പറയുന്നത്? നമ്മൾ ഈ റൗണ്ട് ചെയ്തിരിക്കുന്നത്, ഞാൻ വേറൊരു കളർ യൂസ് ചെയ്തുതരാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. ഈ പ്രദേശമാണ് ലിസ്ബൺ എന്ന് പറയുന്നത്. കാരണം ഇവിടെ നിന്നാണല്ലോ ഇവർ ഈ യാത്ര തുടങ്ങി നമ്മുടെ ഇന്ത്യയില്, കേരളത്തിൽ ഏതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കാപ്പാട് എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിയിട്ടുള്ളത്. അപ്പൊ ലിസ്ബൺ ആണുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ പോർച്ചുഗീസുകാർ. അപ്പൊ ഈ പ്രദേശമാണ് എന്തറിയപ്പെടുന്നത്? ലിസ്ബൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലായോ? ലിസ്ബൺ. അപ്പൊ എവിടെ നിന്നാണ് വാസ്കോഡ ഗാമ യാത്ര ആരംഭിച്ചിരിക്കുന്നത്? ലിസ്ബണിൽ നിന്നാണ്. അപ്പൊ നമുക്കറിയാം ലിസ്ബണിൽ നിന്ന് യാത്ര ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഈ ലിസ്ബണിൽ നിന്ന് യാത്ര ആരംഭിച്ചിരിക്കുന്നത്? 1497 നിന്നാണ്. 1497 എന്ത് ചെയ്തിട്ടുള്ളത്? ലിസ്ബണിൽ നിന്ന് വാസ്കോഡ ഗാമ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം യാത്ര തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് മാനുവൽ 1-ാം രാജാവിന്റെ സഹായത്തോട് കൂടിയിട്ട് ലിസ്ബണിൽ നിന്ന് വാസ്കോഡ ഗാമ 1497 ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. എല്ലാവർക്കും അറിയാലോ, ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അങ്ങനെ വാസ്കോഡ ഗാമ എന്ത് ചെയ്തു? അവിടെ നിന്ന് യാത്രയൊക്കെ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ കപ്പലില് എത്ര കപ്പലുകൾ ഉണ്ടായിരുന്നോ? 3 കപ്പലുകൾ ഉണ്ടായിരുന്നു. 3 കപ്പലുകൾ. ഓക്കെ, സാവോ റാഫേൽ, ബെറിയോ എന്ന് പറയണം. നമുക്കറിയാം സാവോ ഗബ്രിയൽ. അത് ഞാൻ പറഞ്ഞുതരാം. എത്ര കപ്പലുകളുമായിട്ടാണ് യാത്ര തുടങ്ങുന്നത്? ഒരു കപ്പൽ ഞാൻ വരച്ചു. ഇതൊക്കെ കപ്പലാണെന്ന് നിങ്ങൾക്ക് തോന്നണം കേട്ടോ. രണ്ടാമത്തെ കപ്പല്, യെസ്, മൂന്നാമത്തെ ഒരു കപ്പലും കൂടിയും. ഓക്കെ, മൂന്നാമത്തെ ഒരു കപ്പലും കൂടി. യെസ്, 3 കപ്പലുകളിൽ യാത്രകൾ ഇങ്ങനെ പോകാല്ലേ. എങ്ങോട്ടാണ്? ഇന്ത്യ ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ യാത്ര പോരുകയാണ്. അപ്പൊ 3 കപ്പലുകളിൽ എത്രയാണ്? വാസ്കോഡ ഗാമയും അനുയായികളും ഇങ്ങനെ യാത്ര കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കപ്പല് അപ്പൊ ഇനി എന്ത് ചെയ്യണം? 1-ാമത്തെ കപ്പൽ ആരുണ്ട്? വാസ്കോഡ ഗാമയുണ്ട്. ഞാൻ വാസ് എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ, നിങ്ങൾ ബാക്കിയുള്ള എഴുതണം. 1-ാമത്തെ കപ്പല് ക്യാപ്റ്റൻ ആയിട്ട് വാസ്കോഡ ഗാമയുണ്ട്. സോ 1-ാമത്തെ കപ്പലില് ക്യാപ്റ്റൻ ആയിട്ട് ആരുണ്ട്? വാസ്കോഡ ഗാമയുണ്ട്. രണ്ടാമത്തെ, നമുക്കറിയാം ഈ വാസ്കോഡ ഗാമയുടെ ഈ കപ്പലിന്റെ പേരാണെന്ത് പറയണത്? എത്ര പേർക്ക് അറിയാം? വാസ്കോഡ ഗാമയ സാവോ ഗബ്രിയൽ എന്നറിയപ്പെടും. ഓക്കെ, സാവോ ഗബ്രിയൽ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സാവോ ഗബ്രിയൽ. എന്ന് പറയുന്നത് എന്താണ്? സാവോ ഗബ്രിയൽ എന്ന് പറയുന്ന കപ്പല് എന്താണ്? വാസ്കോഡ ഗാമയുടെ കപ്പലിന്റെ പേരാണെന്ന് പറയുന്നത് സാവോ ഗബ്രിയൽ എന്ന് പറയുന്ന കപ്പൽ ആരുടേതാണ്? വാസ്കോഡ ഗാമയുടെ കപ്പലിന്റെ പേരാണ് സാവോ ഗബ്രിയൽ എന്ന് ഓർത്തിരിക്കുക അല്ലെ. സാവോ ഗബ്രിയൽ എന്ന് പറയുന്നത് വാസ്കോഡ ഗാമയുടെ കപ്പലിന്റെ പേരാണ് സാവോ ഗബ്രിയൽ അല്ലെ. സാവോ ഗബ്രിയൽ. അപ്പൊ രണ്ടാമത്തെ കപ്പൽ ഉണ്ടല്ലോ അല്ലെ. നമുക്കറിയാം സാവോ ഗബ്രിയലിന്റെ കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? രണ്ടാമത്തെ കപ്പലുണ്ട്. രണ്ടാമത്തെ കപ്പലിന്റെ പേരെന്താണ്?
രണ്ടാമത്തെ കപ്പലിന്റെ പേരാണ് സാബോ റാഫേൽ. രണ്ടാമത്തെ കപ്പലിന്റെ പേരാണ് എന്ത് പറയണത്? സാബോ റാഫേൽ. സാബോ റാഫേൽ. റാഫേൽ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു കേട്ടോ. സാബോ റാഫേൽ. സാബോ റാഫേൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കപ്പലിന്റെ പേരാണ് സാബോ റാഫേൽ. സാബോ റാഫേൽ എന്നതാണ് എന്തായിട്ടുള്ളത്? രണ്ടാമത്തെ കപ്പലിന്റെ പേര് സാബോ റാഫേൽ. മൂന്നാമത്തെ കപ്പലിന്റെ പേരാണ് ബെറിയോ. മൂന്നാമത്തെ കപ്പലിന്റെ പേരാണ് ബെറിയോ. ബെറിയോ. ഒന്നാമത്തെ കപ്പലിന്റെ പേര് സാബോ ഗബ്രിയൽ, രണ്ടാമത്തെ കപ്പലിന്റെ പേര് സാബോ റാഫേൽ, മൂന്നാമത്തെ കപ്പലിന്റെ പേര് ബെറിയോ എന്നതാണ് അല്ലെ. ഒന്നാമത്തെ കപ്പല് സാബോ ഗബ്രിയൽ അഥവാ വാസ്കോഡ ഗാമ ഉള്ള കപ്പലിന്റെ പേര് സാബോ ഗബ്രിയൽ. രണ്ടാമത്തെ കപ്പലിന്റെ പേരാണ് സാബോ റാഫേൽ അഥവാ വാസ്കോഡ ഗാമയുടെ സഹോദരൻ പൗലോഡോ ഗാമ ഉള്ള കപ്പലാണ് അത്. ആരാണ്? പൗലോഡ ഗാമ. എഴുതി വെച്ചോളണം. പൗലോഡ ഗാമ. പൗലോഡ ഗാമ എന്ന് പറഞ്ഞാൽ വാസ്കോഡ ഗാമയുടെ സഹോദരൻ പൗലോഡ ഗാമ ഉള്ള കപ്പലിന്റെ പേരാണ് സാബോ റാഫേൽ. മൂന്നാമത്തെ കപ്പലിന്റെ പേര് കപ്പിത്താൻ ആരാണ്? ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? നിക്കോളോ കോവിൽഹോ. ആരാണ്? യെസ്, നിക്കോളോ കോവിൽഹോ. നിക്കോളോ കോവിൽഹോ ആണ് എന്തായിട്ടുള്ളത്? നിക്കോളോ കോവിൽഹോ. കാരണം കുറച്ച് പേർക്ക് അറിയുണ്ടാവില്ല, കുറച്ച് പേർക്ക് അറിയാം. അപ്പൊ നിക്കോളോ കോവിൽഹോ ആണ് എന്തായിട്ടുള്ളത്? മൂന്നാമത്തെ കപ്പലിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നിക്കോളോ കോവിൽഹോ. അപ്പം എത്ര പേരാണ് ലിസ്ബണിൽ നിന്ന് യാത്ര ആരംഭിച്ചിരിക്കുന്നത്? 3 കപ്പലുകളിലാണ് യാത്ര അല്ലേ. ഒന്നാമത്തത് വാസ്കോഡ ഗാമ ക്യാപ്റ്റൻ ആണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് പൗലോഡ ഗാമ അഥവാ വാസ്കോഡ ഗാമയുടെ സഹോദരൻ. വാസ്കോഡ ഗാമയുടെ സഹോദരനാണ് എന്തായിട്ടുള്ളത്? രണ്ടാമത്തെ ആൾ അല്ലെ, വാസ്കോഡ ഗാമയുടെ സഹോദരൻ. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിക്കോളോ കോവിൽഹോ. അദ്ദേഹം കുടുംബക്കാരനാണോന്ന് എനിക്കറിയില്ല. നിക്കോളോ കോവിൽഹോ ആണ് മൂന്നാമത്തെ ആളായിട്ടുള്ളത്. നിക്കോളോ കോവിൽഹോ ആണ് മൂന്നാമത്തെ ആളായിട്ടുള്ളത്. അപ്പൊ നമ്മൾ 3 പേരെ പഠിച്ചു അല്ലേ. അങ്ങനെ ഇവര് യാത്ര ആരംഭിച്ച് ഇങ്ങനെ വരികയാണ് കേട്ടോ. പല പല പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്ന് അവസാനം അവര് എവിടെ എത്തി? അവര് പോണ സമയത്തില്ലേ, ഇങ്ങനെ പോണ സമയത്ത് അവര് ഗോവയിൽ കൂടിയൊക്കെ ആട്ടോ വന്നിരിക്കുന്നത്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കിയേ. ഇന്ത്യയിലൂടെ കടൽ മാർഗം കച്ചവടത്തിനായിട്ട് ആദ്യമായിട്ട് എത്തിയിരിക്കുന്നത് ആരാ? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. അത് പോർച്ചുഗീസുകാർ. യൂറോപ്യന്മാർ ഇന്ത്യയിലേക്കുള്ള പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കാനുള്ള കാരണം 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കിയ മൂലം അല്ലെ. മൂന്നാമത്തത്, കടൽ മാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയിരിക്കുന്ന യൂറോപ്യൻ ശക്തികൾ ആരാണ്? കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയിരിക്കുന്ന യൂറോപ്യൻ ശക്തികൾ ആരാണ്? യെസ്, യൂറോപ്യന്മാര്. കടൽ മാർഗം ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിയിരിക്കുന്ന യൂറോപ്യൻ ആരാണ്? വാസ്കോഡ ഗാമ. ഏത് രാജാവിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്? മാനുവൽ 1-ാം രാജാവ്. എവിടെ നിന്നാണ് വാസ്കോഡ ഗാമ വന്നിരിക്കുന്നത്? ലിസ്ബണിൽ നിന്ന്. ഏത് വർഷമാണ് ലിസ്ബണിൽ നിന്ന് യാത്ര ആരംഭിച്ചിരിക്കുന്നത്? 1497. വാസ്കോഡ ഗാമയുടെ എത്ര പേര് കൂടെ ഉണ്ടായിരുന്നോ? 3 കപ്പലുകളിൽ 3 ടീമുകളായിട്ടാണ് വന്നിരിക്കുന്നത്. വാസ്കോഡ ഗാമ വന്നിരിക്കുന്ന കപ്പലിന്റെ പേരെന്താണ്? സാബോ ഗബ്രിയൽ. രണ്ടാമത്തെ കപ്പലിന്റെ പേര് സാബോ റാഫേൽ. അതിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? പൗലോഡ ഗാമ അഥവാ വാസ്കോഡ ഗാമയുടെ സഹോദരൻ. മൂന്നാമത്തെ കപ്പലിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? നിക്കോളോ കോവിൽഹോ. ആ കപ്പലിന്റെ പേരെന്താണ്? ബെറിയോ. ഇതൊക്കെ കപ്പലാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് ചിരിക്കുന്നുണ്ടാവൂലേ. സാരമില്ല, എന്തായാലും നിങ്ങൾ കുഴപ്പമില്ല. ഇതൊക്കെ കപ്പലാക്കിയിട്ട് നിങ്ങൾ കണക്കാക്കി കേട്ടോ. ഞാൻ അത്ര വലിയ ചിത്രകാരനൊന്നുമല്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് കപ്പലാണ്. ഹിസ്റ്ററി ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ, കാരണം ഇതേ രീതിയിൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഒരുപാട് സ്ലൈഡുകൾ ഉണ്ടാക്കേണ്ട വിഷമങ്ങളൊക്കെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഒരുപാട് ക്ലാസ്സുകൾ എടുത്ത് പോരാൻ പറ്റും. അങ്ങനെ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളിങ്ങനെ ഓർത്തിരിക്കുക എന്താണ്, നമ്മളിങ്ങനെ എത്തിയില്ലേ, അവിടുന്ന് യാത്ര തുടങ്ങി. അവരിങ്ങനെ യാത്ര തുടങ്ങി. വാസ്കോഡ ഗാമ എന്ത് ചെയ്തു? 1498 മെയ് മാസം 20-ാം തീയതി അല്ലെ, 20-ാം തീയതി കോഴിക്കോട് ജില്ലയുടെ കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെ. എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ കാപ്പാട്. ഞാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കാപ്പാട്, കോഴിക്കോട് ജില്ലയിലെ കാപ്പാട്. കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് വന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം കാലുകുത്തി.
വാസ്കോഡഗാമ സഞ്ചരിച്ചത് സാവോ ഗബ്രിയൽ അല്ലെങ്കിൽ സെന്റ് ഗബ്രിയൽ എന്ന് പറയാറുണ്ട് അല്ലെ. അങ്ങനെ വാസ്കോഡഗാമ എന്ത് ചെയ്തു 1498 മെയ് മാസം 20 കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് വന്ന് കപ്പലിറങ്ങി. തുടർന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 1499 അദ്ദേഹത്തിന് തിരിച്ചു പോവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. മടങ്ങിപ്പോയ വർഷം എപ്പോഴാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം, 1499 അദ്ദേഹം മടങ്ങിപ്പോയിട്ടുള്ളത്. നമുക്കറിയാം ദേവസ്വം ബോർഡിന്റെ അത് ചോദിച്ചിട്ടുണ്ട്, വാസ്കോഡഗാമ ആദ്യമായിട്ട് കേരളത്തിൽ വന്നിരിക്കുന്നത് എപ്പോഴാണ്, 1498. ഫസ്റ്റ് പ്രാവശ്യം അദ്ദേഹം 1498 മെയ് മാസം 20 വന്നു, ആദ്യമായിട്ട് വന്നു അല്ലെ. ഫസ്റ്റ് നമുക്കറിയാം വന്നു. പിന്നീട് നമുക്കറിയാം 1499 പോയിട്ട് അദ്ദേഹം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാമതായിട്ട് ഇന്ത്യയിലേക്ക് വന്നു. 1502 വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നിട്ടുള്ളത്. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പ്രാവശ്യം കൂടി എന്ത് ചെയ്തു, 1524 ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. അപ്പം അവസാനമായിട്ട് ഇന്ത്യയിലേക്ക് എത്രാമത്തതാ, മൂന്നാമത്തത് അല്ലെ, സെക്കൻഡ് നമ്മൾ പറഞ്ഞു 1502, മൂന്നും അതുപോലെ തന്നെ അവസാനമായിട്ട്. കാരണം എന്താ അവസാനമായി എന്ന് പറയാൻ എന്താ കാരണം, അദ്ദേഹം മരണം സംഭവിച്ചിട്ടുണ്ട് 1524. അദ്ദേഹത്തിന് ക്രിസ്മസ് കൂടാൻ പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടാ, അദ്ദേഹം ക്രിസ്മസ് നമുക്കറിയാലേ എത്രയാണ്, ഡിസംബർ 24, 1524 ഡിസംബർ മാസം അല്ലെ, ഡിസംബർ മാസം 24 ഡിസംബർ മാസം 24 അദ്ദേഹം മരണം സംഭവിച്ചു. ഡിസംബർ മാസം 24 അദ്ദേഹം മരണം സംഭവിച്ചു അല്ലെ. ഈ 1524 വർഷം അദ്ദേഹം എന്തിനാ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്, ഇന്ത്യയിലെ വൈസ്രോയി ആവാൻ വേണ്ടിയിട്ടാണ്. എന്താണ്, വൈസ്രോയി ആവാൻ വേണ്ടിയിട്ടാണ് വാസ്കോഡഗാമ മൂന്നാമതും ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. വാസ്കോഡഗാമ മൂന്നാമതും ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത് വൈസ്രോയി ആവാൻ വേണ്ടിയിട്ടാണ്. വൈസ്രോയി ആവാൻ എപ്പോഴാണ്, 1524. അപ്പൊ നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തൊക്കെ, മറ്റേ നമ്മൾ ഓൾറെഡി റിവൈസ് ചെയ്തു. 1498 മെയ് മാസം 20 അദ്ദേഹം എന്ത് ചെയ്തു, കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് കാലുകുത്തി. 1499 അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നീട് എങ്ങോട്ട് പോയി, നമ്മുടെ ലിസ്ബണിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു. ലിസ്ബണിലേക്ക് അദ്ദേഹം പോയിട്ട് അദ്ദേഹത്തിന് എന്തൊരു ആവശ്യം ഉണ്ടായിട്ട് ലിസ്ബണിലേക്ക് പോയി. അദ്ദേഹം എന്ത് ചെയ്ത് പിന്നീട് വന്നിരിക്കുന്ന 1499 അദ്ദേഹം മടങ്ങിപ്പോയതിനു ശേഷം അദ്ദേഹം വന്നിരിക്കുകയാണ് 1502 മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം വന്നു. അതെ, ഈ ക്ലാസ് കേൾക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാതെ കാണുന്ന എത്ര പേരുണ്ട്, എനിക്കറിയാം കുറേ പേര് ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ മനസ്സിലായി, ഇഷ്ടമായിട്ടുണ്ടോ നിങ്ങളൊന്ന് അഭിപ്രായം പറഞ്ഞ്. ഇതേ രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് കളർഫുൾ ആയിട്ട് നമുക്ക് ഈ മാപ്പുകളൊക്കെ ചിത്രമൊക്കെ വരച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ ഉഷാറാക്കി എടുക്കുക അല്ലെ. ഓക്കെ, അപ്പോൾ ലിസ്ബൺ എന്ന് ഓർത്തിരിക്കുക. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. മാക്സിമം ഫ്രണ്ട്സുകൾക്ക് പറഞ്ഞു കൊടുത്തോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്ലാസ് ഇങ്ങനെ എടുക്കാം. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഒരുപാട് വലിയ വർക്ക് ലോഡ് വരില്ല. ഓക്കെ, സോ 1502 രണ്ടാമതായിട്ടും തിരിച്ചു വന്നു അല്ലെ. അദ്ദേഹം രണ്ടാമതായിട്ട് ഫസ്റ്റ് വന്നു, സെക്കൻഡ് വന്നത് എപ്പോഴാണ്, 1502. 1524 അവസാനമായിട്ട് വന്നു, ഡിസംബർ 24 അദ്ദേഹം മരണം സംഭവിച്ചു. മൂന്നാമതും അവസാനമായിട്ട് വന്നിരിക്കുന്നത് വാസ്കോഡഗാമ എന്തിനു വേണ്ടിയിട്ടായിരുന്നു, വൈസ്രോയി ആയിട്ടായിരുന്നു മൂന്നാമതും അവസാനമായിട്ടും ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. വന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട്. അങ്ങനെ വാസ്കോഡഗാമ മരിച്ചു, അദ്ദേഹം മരണം സംഭവിച്ചു. നമുക്കറിയാം അദ്ദേഹം മരിച്ചിരിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, അദ്ദേഹത്തിന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടം സംസ്കരിച്ചിരിക്കുന്ന പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. എവിടെയാണ്, സെന്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. അത് ഓർത്തിരിക്കണം, നമുക്ക് ഭാവിയിൽ ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഫോർട്ട് കൊച്ചിയിലുള്ളതാണ് എന്തായിട്ടുള്ളത്, ഫോർട്ട് കൊച്ചി. സോ ഫോർട്ട് കൊച്ചിയിലാണ് ഈ സെന്റ് ഫ്രാൻസിസ് പള്ളി. എവിടെയാണ്, ഫോർട്ട് കൊച്ചി എന്ന് ഓർത്തിരിക്കുക. അങ്ങനെ എന്ത് ചെയ്തു, വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ഈ പള്ളിയിൽ എന്ത് ചെയ്തു, അടക്കം ചെയ്തു. ഇത് പോർച്ചുഗീസുകാർ നിർമ്മിച്ചിരിക്കുന്ന ഈ നമുക്കറിയാം പള്ളിയാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ സെന്റ് ഫ്രാൻസിസ് പള്ളി ഫോർട്ട് കൊച്ചിയിൽ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു, അവര് വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തു. എന്ന് പറയാനുള്ള കാര്യം എന്താണ്, ആദ്യം എന്ന് പറയാൻ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പിന്നീട് ഇവിടെ നിന്ന് എന്ത് ചെയ്തു, 1539, ഡേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. 1539 വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം എങ്ങോട്ട് കൊണ്ടുപോയി, പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി.
പോർച്ചുഗലിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോയി. എന്തിനാണ്? കാരണം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവിടെ അടക്കം ചെയ്യണമെന്ന് പറഞ്ഞു. സോ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എങ്ങോട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്? നമുക്കറിയാം അദ്ദേഹം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? പറഞ്ഞേ. ലിസ്ബണിൽ നിന്നാണല്ലേ. ലിസ്ബണിൽ നിന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ലിസ്ബൺ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസിലെ ഒരു പ്രദേശമാണ് ലിസ്ബൺ എന്ന് പറയുന്നത്. സോ അദ്ദേഹം എങ്ങോട്ട് പോയി? ലിസ്ബണിലേക്ക് അദ്ദേഹം പോയി അല്ലെ. അദ്ദേഹം എങ്ങോട്ട് പോയിട്ടുണ്ട്? ലിസ്ബണിലേക്ക് അദ്ദേഹം പോയി. അങ്ങനെ ലിസ്ബണിലേക്ക് അദ്ദേഹം പോയല്ലോ. പോയില്ലേ? പോയി. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ലിസ്ബണിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അദ്ദേഹത്തിന്റെ രണ്ടാമതായിട്ട് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ജെറോണിമസ് കത്തീഡ്രൽ. ജെറോണിമസ് കത്തീഡ്രൽ. ഇത് എവിടെയാണ്? ലിസ്ബൺ. മനസ്സിലായോ? അപ്പൊ ഈ ലിസ്ബൺ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പള്ളി. അപ്പൊ ഈ ജെറോണിമസ് കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ ഭൗതിക ശരീരം, ആരുടെ ഭൗതിക ശരീരം? വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന പോർച്ചുഗലിലെ പള്ളി ചോദിച്ചാൽ ജെറോണിമസ് കത്തീഡ്രൽ, ലിസ്ബൺ. ഓക്കെ. സോ നമുക്കറിയാം പോർച്ചുഗീസുകാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു എവിടെ? ഗോവ എന്ന് പറയണം അല്ലെ. ഗോവ. അപ്പൊ ഈ വാസ്കോഡ ഗാമ എന്ന സ്ഥലം, വാസ്കോഡ ഗാമ എന്ന് പേരുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഗോവയാണ്. ഗോവയാണ്. നമുക്കറിയാം ഓപ്പറേഷൻ വിജയിലൂടെ 1963 എന്തായിട്ടുള്ളത്? പോർച്ചുഗീസുകാരെ നമ്മൾ ഇവിടുന്ന് ഓടിച്ചിട്ടുള്ളത് അല്ലെ. ഓപ്പറേഷൻ വിജയ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. കുറെ ഓപ്പറേഷനുകളെ കുറിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് പഠിക്കാനുണ്ടായിരുന്നു അല്ലെ. ഓപ്പറേഷനുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? പതിയെ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പം പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഓപ്പറേഷൻ വിജയ് നമുക്കറിയാം ലിബറേഷൻ ഓഫ് ഗോവ അല്ലെ. ഗോവ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്തായിട്ടുള്ളത് 1961. ഓപ്പറേഷൻ വിജയ് കാർഗിലും ഉണ്ട്. സോ നമുക്കറിയാം ഇപ്പം ഗോവ എന്ന് പറഞ്ഞാൽ വാസ്കോഡ ഗാമ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അത് ഗോവയിലാണെന്നുള്ളതെന്ന് ഓർത്തിരിക്കുക. ഗോവയിലാണെന്ന് ഓർത്തിരിക്കുക. സോ ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത് ഞാൻ ഇന്നൊരു ഫസ്റ്റ് ഡേ എന്നുള്ള രീതിയിലാണ്. ഇതിപ്പോൾ നിങ്ങളത് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിയില്ല. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മറന്നു പോവാതെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മറന്നു പോവാതെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ നമുക്ക് എളുപ്പത്തിൽ എല്ലാ സബ്ജക്റ്റുകളും ടപ്പ എന്ന് പറഞ്ഞ് നമുക്ക് ക്ലാസ് എടുത്തിട്ട് പോവാം. ജസ്റ്റ് എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ഞാൻ വേറെ എഡിറ്റിങ്ങിനും കാര്യങ്ങളും സബ്സ്ക്രൈബിൻ്റെതും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യണില്ല. നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ എങ്ങനെയാണെങ്കിലും എടുക്കാൻ പറ്റും. സോ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എടുത്ത കാര്യങ്ങൾ ഒന്നും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാനൊന്ന് പറഞ്ഞുതരാം. സോ അതിന്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാം? എൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിലേക്ക് ഓടി വന്ന് ജോയിൻ ചെയ്തോളാം. അതിന്റെ എന്തിനാന്ന് വെച്ചാൽ ഇതിന്റെ PDF ഞാൻ നിങ്ങൾക്ക് ഇത് അവിടെ കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ കേട്ടിരിക്കുന്ന കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിൽ ഒരു ചിത്രരൂപത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ ഇത് വളരെയധികം ഉപകാരപ്പെടും. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. നമുക്കറിയാം പോർച്ചുഗീസുകാരുടെ ആഗമനം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിരിക്കുന്നത്. ക്ലാസ് എന്നൊന്നും പറയാൻ പറ്റൂല. ഞാൻ പറയുന്നു, നിങ്ങളത് മനസ്സിലാക്കുന്നു, നിങ്ങളത് പഠിക്കുന്നു, നിങ്ങൾ നാളെ പരീക്ഷയിൽ പോയിട്ട് അത് എഴുതുന്നു, പാസ്സാവുന്നു, സർക്കാർ ജോലി. അപ്പടാ സർക്കാർ ജോലി അല്ലേ. അടിപൊളി അടിപൊളി അടിപൊളി. പറയാൻ നല്ല എളുപ്പമല്ലേ, പക്ഷെ കിട്ടാനും വളരെ എളുപ്പാട്ടോ. യെസ്, നോ വറി. പോർച്ചുഗീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ മാർഗം കച്ചവടത്തിന് ആദ്യമായി എത്തിയിരിക്കുന്ന യൂറോപ്യന്മാർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. 1400 പിന്നീട് നമുക്ക് യെസ് അങ്ങനെ നമുക്കറിയാം 1453 എന്തായിട്ടുള്ളത്? പോർച്ചുഗീസുകാര് എന്താ സംഭവം ഉള്ളത്? പോർച്ചുഗീസ് യൂറോപ്യന്മാർ ഇന്ത്യയിലേക്കുള്ള പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നതിന്റെ കാരണം എന്താ? 1453 ഓട്ടോമാൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയിട്ടുള്ളത്. കടൽ മാർഗം ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് എത്തിയിരിക്കുന്ന വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമ അങ്ങോട്ട് ഉന്തി പറഞ്ഞയച്ചിരിക്കുന്ന വ്യക്തിയാണ് മനുവൽ 1-ാം രാജാവ്. അദ്ദേഹം എവിടെയുള്ള രാജാവാ? പോർച്ചുഗീസുകാരുടെ രാജാവാണ്. വാസ്കോഡ ഗാമ വന്നിരിക്കുന്നത് ലിസ്ബണിൽ നിന്നാണ്. 1497 അദ്ദേഹം യാത്ര ആരംഭിച്ചിരിക്കുന്നത്. യാത്ര ആരംഭിച്ചിരിക്കുന്നത് 3 കപ്പലുകളിലാണ്. ഒന്ന് സാബോ ഗബ്രിയൽ, സാബോ റാഫേൽ, ബെറിയോ. സാബോ ഗബ്രിയലിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു വാസ്കോഡ ഗാമ. സാബോ റാഫേലിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു പൗലോ ഡ ഗാമ അഥവാ വാസ്കോഡ ഗാമയുടെ സഹോദരൻ. 3-ാമത്തെ കപ്പലാണ് ബെറിയോ. യെസ്, 3-ാമത്തെ കപ്പലാണ് ബെറിയോ. അപ്പൊ നിക്കോളോ കോവിൽഹോ ആണ് എന്തായിട്ടുള്ളത് 3-ാമത്തെ കപ്പലിന്റെ ക്യാപ്റ്റൻ എന്ന് ഓർത്തിരിക്കുക. അങ്ങനെ ഇവർ യാത്രയൊക്കെ ഇങ്ങനെ ആരംഭിച്ച് നല്ല ഉഷാറായിട്ട് യാത്ര നിന്ന് 1498 മെയ് മാസം 20-ാം തീയതി എന്ത് ചെയ്തു? അവർ ആ യാത്ര ആരംഭിച്ചു. ആ യാത്ര ആരംഭിച്ച് 1498 മെയ് മാസം 20-ാം തീയതി അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഇവർ കപ്പലിറങ്ങി.
വാസ്കോഡ ഗാമ നമ്മൾ പറഞ്ഞു അല്ലേ. അങ്ങനെ 1499 വാസ്കോഡ ഗാമ മടങ്ങി ലിസ്ബണിലേക്ക് പോയി. രണ്ടാമതായിട്ടും വാസ്കോഡ ഗാമ വന്നിരിക്കുന്ന 1502-ലാണ്. വാസ്കോഡ ഗാമ അവസാനവും മൂന്നാമതുമായി വന്നിരിക്കുന്നത് 3 പ്രാവശ്യം മാത്രമേ വന്നുള്ളൂ എന്ന് നമുക്കറിയാം. 1524 മൂന്നാമതും അവസാനമായിട്ടും വന്നിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അവസാനം 1524 ഡിസംബർ 24-ന് മരണം സംഭവിച്ചു. വാസ്കോഡ ഗാമ മൂന്നാമതായിട്ട് വന്നിരിക്കുന്നത് ഇന്ത്യയിലെ വൈസ്രോയി ആവാൻ വേണ്ടിയിട്ടായിരുന്നു. സോ അതിനുശേഷം പിന്നീട് നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം കൊച്ചിയിലുള്ള ഫോർട്ട് കൊച്ചിയിലുള്ള സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. പിന്നീട് നമ്മൾ പറഞ്ഞു 1539 എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പിന്നീട് എങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്? വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന സമയം പോർച്ചുഗൽ എവിടെയാണ്? ലിസ്ബണിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ജെറോണിമസ് കത്തീഡ്രൽ ലിസ്ബണിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വീണ്ടും സംസ്കരിച്ചിരിക്കുന്നത്. വാസ്കോഡ ഗാമയുടെ, അല്ലെങ്കിൽ നമുക്കറിയാം വാസ്കോഡ ഗാമ എന്ന് പറയുന്ന ഒരു സ്ഥലമുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗോവയിലാണ്. ഇത് നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വേണ്ടത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി, അതിനെക്കുറിച്ചുള്ളതും മാനുവൽ കോട്ട, സെന്റ് ആഞ്ചലീസ് കോട്ട, കൺഫ്യൂഷൻ ആയിരിക്കുന്ന കുഞ്ഞാലി മരക്കാറ്, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോടും കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴിയും. പിന്നീട് നമുക്ക് ഡച്ചുകാർ, പിന്നീട് ഫ്രഞ്ചുകാർ, പിന്നീട് ഇംഗ്ലീഷുകാർ, പിന്നീട് നമുക്ക് കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ. നമ്മളുടെ പുത്രൻ തിരുനാൾ, റാണി ഗൗരി ലക്ഷ്മി, പാർവതിബായി, അങ്ങനത്തെ കുറേ ഇല്ല. അതൊക്കെ വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് തൃപ്പടിദാനം, കുളച്ചിൽ യുദ്ധം, വെട്ടരയോഗം, വെട്ടരവീട്ടിൽ പിള്ളമാരോ ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, സോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു മാസീവ് ആയിട്ടുള്ള സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ ജോലിക്കിടയിൽ നിങ്ങൾക്കറിയാലോ, രാവിലെ 9 മണിയാകുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഓഫീസിൽ പോകണമെങ്കിൽ ചുരുങ്ങിയത് നിങ്ങൾ ഓഫീസിൽ 9 മണിയാകുമ്പോൾ എത്തും. സോ ഒരു 6-7 മണി വരെ എന്തായാലും നമ്മൾ ഓഫീസിൽ ഇരിക്കണം. പിന്നീട് നമുക്ക് ട്രാവൽ ചെയ്തൊക്കെ വന്നിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നടത്തുന്നുണ്ട്. സോ അതിൻ്റെ എല്ലാം കൂടിയും ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് എനിക്ക് ഈ വീഡിയോ ചെയ്തു തരുന്നത്. സോ നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാടിന് അത്രയുള്ള വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. സോ നിങ്ങൾക്കറിയാം, നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും. നിങ്ങൾ മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. സോ എല്ലാവരുടെ ഭാഗത്തു നിന്നൊന്നും സപ്പോർട്ട് ഉണ്ടാവുക. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവരും പറ്റും. അപ്പം നന്നായിട്ട് പഠിക്കും. ഓക്കെ, സോ എന്നപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഞാനൊരു കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ പറഞ്ഞു തരാം. ഓക്കെ, വാസ്കോഡ ഗാമയുടെ കൂടെ വന്നിരിക്കുന്ന 3 കപ്പലുകളും 3 കപ്പലിൻ്റെ കൂടെ വന്നിരിക്കുന്ന ക്യാപ്റ്റന്മാരുടെയും പേര് നിങ്ങൾ മറന്നു പോകാതെ എഴുതി വെക്കുക. പിന്നീട് കമൻ്റ് ആയിട്ട് പറയുക. പിന്നീട് നിങ്ങൾ നോക്കേണ്ടത് വാസ്കോഡ ഗാമ വന്നിരിക്കുന്നത്, കേരളത്തിൽ വന്നിരിക്കുന്നത് എപ്പോഴാണെന്നുള്ളത് എഴുതുക. പിന്നീട് ഏത് പള്ളിയിലാണ് വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം സംസ്കരിച്ചിരിക്കുന്നത്, ഏത് വർഷമാണെന്നുള്ളത് ചെയ്യുക. പിന്നീട് ഏത് രാജാവാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നു പോകാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇനി ലൈക്ക് ചെയ്യാത്തവർ എത്ര പേരുണ്ട്? ഓക്കെ, ലൈവ് വീഡിയോ അല്ല കേട്ടോ. സോ അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? തൊട്ടടുത്തൊരു ബെൽ ഉണ്ട്, ടിങ് 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 ടിങ്, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഓൾ എന്നുള്ളതും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം. PSC യുമായിട്ട് ബന്ധപ്പെട്ട് മടുത്ത് പഠിക്കാനൊന്നും തോന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി കോൺടാക്ട് മൈ വാട്സപ്പ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും വാട്സപ്പിൻ്റെ അകത്ത് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. സോ ഇതിൻ്റെ PDF ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാനത് എന്ത് ചെയ്യാം? അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഞാൻ നിങ്ങൾക്ക് നൽകി തരാം. ഓക്കെ, സോ മറന്നു പോകേണ്ട, എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് നമുക്ക് ക്ലാസ് ഉണ്ടാവും. അതുപോലെ തന്നെ 8 മണിക്ക് നമുക്കൊരു മോക്ക് എക്സാം ഉണ്ടാവും. 9 മണിക്ക് നമുക്ക് വേറൊരു ക്ലാസ് ഉണ്ടാവും. സോ എല്ലാവരും ഈ 3 ക്ലാസ്സിൻ്റെ അകത്തും പങ്കെടുക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, സോ 3 ക്ലാസ്സുകളിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. താങ്ക് യു സോ മച്ച്.